ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വോളണ്ടറി വൈൻഡിങ് അപ്പാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് വൈൻഡിങ് അപ്പ്? വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പം സെക്ഷൻ 304. എന്താണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്? It's the mode of winding up where a company is wound up by the members or creditors without any interference of the National Company Law Tribunal. എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ കമ്പനി തന്നെ സ്വയമേ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്യും, സ്വയം തീരുമാനിക്കുന്നു ഈ കമ്പനി എന്ത് ചെയ്യാം, നമുക്ക് നിർത്താം. അങ്ങനെ എന്താണ്, കമ്പനി സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്താൽ, അല്ലെങ്കിൽ കമ്പനിയുടെ ആൾക്കാർ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നത് വോളണ്ടറി വൈൻഡിങ് അപ്പ്. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനോ അല്ലെങ്കിൽ കോർട്ടിനെയോ ഒന്നും സമീപിക്കാതെ എന്താണ്, കമ്പനി സ്വയമേ എന്ത് ചെയ്യുന്നു, വൈൻഡപ്പ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് തോന്നുന്നത് കമ്പനി വോളണ്ടറി വൈൻഡിങ് അപ്പ്. സെക്ഷൻ 304 ആണ്. ഈ വോളണ്ടറി വൈൻഡിങ് അപ്പിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, ദ മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ ലെഫ്റ്റ് ഫ്രീ ടു സെറ്റിൽ ദെയർ അഫെയർസ്. എന്ത് ചെയ്യുന്നു, അവരുടെ അഫെയർസൊക്കെ ഫ്രീ ആയിട്ട് അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഗോയിങ് ടു ദ കോർട്ടോ ട്രൈബ്യൂണലിനോ കോർട്ടിനെ ഒന്നും സമീപിക്കാതെ. ഇതാണ് നോർമലി ഉള്ള മോസ്റ്റ് കോമൺ മോഡ് ഓഫ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടി വോളണ്ടറി വൈൻഡിങ് അപ്പ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ സർക്കംസ്റ്റൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വോളണ്ടറി വൈൻഡിങ് അപ്പ് വരാറുള്ളത്. സെക്ഷൻ 304 പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പാസിങ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ. അതെന്ന് പറയുന്നത് വെൻ ദ പീരീഡ് ഓഫ് ദ കമ്പനി ഹാസ് ലേസ് ഡൗൺ ദ ആർട്ടിക്കിൾസ് ഈസ് എക്സ്പയർഡ്. എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നു എന്താണ്, ഒരു കാലം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പീരീഡ് പറഞ്ഞിട്ടുണ്ട്, അതുവരെ നമ്മുടെ കമ്പനി പ്രവർത്തിക്കാവൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. അതല്ല എന്ത് ചെയ്യണം, ഇത് ഒരു എന്താ പറയുക ഒരു ഈവൻറ്റ്, എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞിരിക്കുന്നു, അത് കഴിയുമ്പോഴെന്ത് ചെയ്യണം, നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യാം. ചിലതെന്താണ് സീസണലായിട്ടുള്ള എന്താണ് കമ്പനീസ് ചിലപ്പോൾ വരാറുണ്ട്, സീസണിനെ ബേസ് ചെയ്ത് കമ്പനീസ്. ചിലതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻസിന് മാത്രമായിരിക്കും ആ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു റോഡ്, അതിന് മാത്രമായിരിക്കും ഒരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സർക്കംസ്റ്റൻസിനെ ബേസ് ചെയ്ത് കമ്പനി എന്ത് ചെയ്യുന്നു അപ്പോൾ വൈൻഡപ്പ് ചെയ്യും. അതാണ് എന്തോന്ന് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് പ്രൊസീജിയേഴ്സ്. ദെൻ നെക്സ്റ്റ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എനി ടൈം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണെന്ന് തോന്നുന്നു സ്പെഷ്യൽ റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് തോന്നുന്നു കമ്പനി എന്ത് തന്നെ ആയാലും എന്താണ് വിത്തിൻ 14 days ഓഫ് സച്ച് റെസൊല്യൂഷൻ വെദർ ഓർഡിനറി അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യൽ ആയാലും അഡ്വർട്ടൈസ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. ആൻഡ് ഇൻ സം ന്യൂസ് പേപ്പർ സർക്കുലേറ്റിംഗ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ രജിസ്റ്റർ ഓഫീസ് ഇരിക്കുന്ന എവിടെയാണോ അവിടെ എന്ത് ചെയ്യണം, സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യണം. എത്ര ദിവസത്തിനകത്ത്? 14 daysനകത്ത്. റെസൊല്യൂഷൻ പാസ്സാക്കി 14 daysനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഒഫീഷ്യൽ ഗസറ്റിലും പബ്ലിഷ് ചെയ്യണം. ദെൻ അടുത്ത് സം ന്യൂസ് പേപ്പേഴ്സ്, അത് രജിസ്റ്റേർഡ് ഓഫീസുള്ള ആ സർക്കിളിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആ ന്യൂസ് പേപ്പറിലും കൂടെ പബ്ലിഷ് ചെയ്യണം. ഇതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പിൽ ഉള്ള സർക്കംസ്റ്റൻസ്. അടുത്ത പ്രൊസീജിയേഴ്സ് ഫോർ വോളണ്ടറി വൈൻഡിങ് അപ്പാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് തന്നെ എന്താണ്, കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുക. സെക്ഷൻ 310 എന്താണ്, അപ്പോയിൻറ്റിങ് കമ്പനി ലിക്വിഡേറ്റർ. നമ്മൾ സ്വന്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നത്, ഒരു കമ്പനി എന്താണ് ലിക്വിഡേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ കമ്പനി ലിക്വിഡേറ്ററിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന എന്താണ് പാനൽ, കമ്പനി ലിക്വിഡേറ്റേഴ്സിൻ്റെ പാനലുണ്ട്, അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, കമ്പനിക്ക് ഫിക്സ് ചെയ്യാം അവരുടെ റെമ്യൂണറേഷൻ എത്രയാണ് എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനി അങ്ങനെ ഫിക്സ് ചെയ്യുന്ന ഒരാളെ ചിലപ്പോൾ ക്രെഡിറ്റേഴ്സിന് അവർ മെജോറിറ്റി എന്ത് ചെയ്യുന്നു അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിന് സെപ്പറേറ്റ് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അത് ഡിപ്പെൻസ്, ഓരോ ഇത് സാഹചര്യം അനുസരിച്ചിരിക്കും. എന്തായാലും എന്താണ് സെൻട്രൽ ഗവൺമെൻറ്
പബ്ലിഷ് ചെയ്യുന്ന പാനലിൽ നിന്ന് വേണം എന്ത് ചെയ്യണം, ഒരു ലിക്വിഡേറ്ററിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് വൺ, ബോർഡ്സ് പവർ സീസസ് ടു എക്സിസ്റ്റ് ഓൺ അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി ലിക്വിഡേറ്റേഴ്സ്. ബോർഡിൻ്റെ പവേഴ്സ് എന്ത് ചെയ്യും, ഒരു കമ്പനി ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ആർക്കും ഒരു പവറും വേറെ ആർക്കും അവിടെ കമ്പനിയിൽ കാണത്തില്ല. അതെല്ലാം ആർക്ക് പോവും, കമ്പനി ലിക്വിഡേറ്ററിന് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പോവും. The liquidator will officially take over all the powers of the board and proceed with the winding up process. ഇതാണ് സെക്ഷൻ 313 പറയുന്നത്. നെക്സ്റ്റ്, പവേഴ്സ് ടു ഫിൽ വേക്കൻസി ഇൻ ദ ഓഫീസ് ഓഫ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററിൻ്റെ ഓഫീസിൽ എന്തെങ്കിലും വേക്കൻസി വന്നാൽ അത് ആരായിരിക്കും ഫില്ല് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്താണ് അത് ഫില്ല് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ എന്ത് ചെയ്യാം, ആ വേക്കൻസി ഫില്ല് ചെയ്യാം. അതാണ് സെക്ഷൻ 311 പറയുന്നത്. നെക്സ്റ്റ്, നോട്ടീസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ ടു ബി ഗിവൺ ടു ദ രജിസ്ട്രാർ 312. എന്ത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും എന്താണ് പറയുക, ലിക്വിഡേറ്റർ ഏറ്റെടുത്ത് കഴിയുമ്പോൾ, അതുപോലെ എന്തെങ്കിലും വേക്കൻസി വന്നു കഴിയുമ്പം ഇതെല്ലാം വിത്തിൻ 10 days ഓഫ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്ററിൽ തന്നെ അറിയിച്ചിരിക്കണം. ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് 10 ദിവസത്തിന് തന്നെ ആരെ അറിയിച്ചിരിക്കണം, രജിസ്ട്രാറിനെ അറിയിച്ചിരിക്കണം. അതാണ് 312 സെക്ഷൻ. ദെൻ നെക്സ്റ്റ് പറയുന്ന, കമ്പനി ലിക്വിഡേറ്റർ ടു സബ്മിറ്റ് റിപ്പോർട്ട് ഓൺ പ്രോഗ്രസ് ഓഫ് വൈൻഡിങ് അപ്പ്. സെക്ഷൻ 316 പറയുന്നത് എന്ത് ചെയ്യണം, ക്വാർട്ടർലി കമ്പനി ലിക്വിഡേറ്ററിന് അപ്പോയിൻറ്റ് ചെയ്തു, ആ കമ്പനി ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം, ക്വാർട്ടർലി എന്ത് ചെയ്യണം, റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം, കൃത്യമായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ക്വാർട്ടർലി എന്ത് ചെയ്യണം, പ്രോഗ്രസ് ഓഫ് ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ കമ്പനി ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം, അതിന് ഫെയിൽ എന്താണ് പറയുക, അങ്ങനെ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി പണിഷബിൾ. അതും എന്താണ്, ഒന്നും തന്നെ നോക്കാതെ തന്നെ എന്ത് ചെയ്യണം, വിത്ത് എ ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു അപ് ടു 10 lakh rupees വരെ എന്ത് ചെയ്യാം, ഫൈൻ കൊടുക്കാം. ഓക്കെ, കമ്പനി ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് റിപ്പോർട്ട് ക്വാർട്ടർലിയുള്ള റിപ്പോർട്ട് എന്താണ് കൊടുക്കണം. പിന്നെ അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 10 lakh rupees വരെ അയാൾ പണിഷബിളാണ്, ഫൈൻ വിത്ത് ഫൈനാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഫൈനൽ മീറ്റിംഗ് ആൻഡ് ഡെസൊല്യൂഷൻ ഓഫ് കമ്പനി. സെക്ഷൻ 318 പറയുന്നത്. അപ്പോൾ കമ്പനി വൈൻഡപ്പ് ഒക്കെ ചെയ്തു, ഏകദേശം എല്ലാ റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തു, എത്രയാണ് നമ്മൾ ഡെറ്റൊക്കെ ചെയ്യാനുള്ളത്, പിന്നെ ക്രെഡിറ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലെല്ലാം ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. എന്നിട്ട് ഫൈനൽ പ്രസൻറ്റിങ് ദ അക്കൗണ്ട്സ് ഓഫ് ഫൈനൽ വൈൻഡിങ് അപ്പ്, അക്കൗണ്ട്സ് എല്ലാം എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം. ദ മീറ്റിംഗ് റെഫേർഡ് അബോവ് ഷാൾ ബി കോൾഡ് ബൈ ദ കമ്പനി ലിക്വിഡേറ്റർ തന്നെ ആയിരിക്കണം. അയാൾ പറയുന്ന ഫോർമാറ്റിലും എന്താണ്, കൃത്യമായ മാനറിലും ആയിരിക്കണം, പ്രിസ്ക്രൈബ്ഡ് മാനറിലും ആയിരിക്കണം അതിനെ വിളിച്ചു കൂട്ടേണ്ടത് കമ്പനിയുടെ മീറ്റിങ്ങിന്. ദെൻ മെജോറിറ്റി മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കണം. എന്നിട്ടൊരു റെസൊല്യൂഷനും പാസ്സാക്കണം. എന്തിനു വേണ്ടി, ഡിസൊല്യൂഷനുള്ള റെസൊല്യൂഷൻ. ഇനി വിത്തിൻ 2 weeks ആഫ്റ്റർ ദ മീറ്റിംഗ്, ആ മീറ്റിംഗ് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, വിത്തിൻ 2 weeks തന്നെ എന്ത് ചെയ്യണം, ഒരു കോപ്പി ഫൈനൽ വൈൻഡിങ് അപ്പ് അക്കൗണ്ട്സിൻ്റെ കോപ്പിയും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും എല്ലാം കൂടെ ആർക്ക് കൊടുക്കണം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്. കോപ്പീസ് ഓഫ് ദ റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ ദ മീറ്റിങ്ങും കൂടെ ചേർത്ത് ആർക്ക് കൊടുക്കണം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കൊടുക്കണം. ദ ലിക്വിഡേറ്റർ മേ ഫയൽ ആൻ ആപ്ലിക്കേഷൻ ടു ദ ട്രൈബ്യൂണൽ. എന്ത് ചെയ്യണം, ട്രൈബ്യൂണലിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും. എന്തിനു വേണ്ടി, പാസിങ് an order of ഡെസൊല്യൂഷൻ ഓർഡർ പാസ് ചെയ്യാൻ വേണ്ടി. എലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ ബുക്സ്, റിപ്പോർട്ട്, പേപ്പേഴ്സ്, വൈൻഡിങ് അപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ കൊടുക്കും. പിന്നെ വൈൻഡിങ് അപ്പിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടെല്ലാം ട്രൈബ്യൂണൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ കൺസിഡറിങ് ദ റിപ്പോർട്ട് ഓഫ് ദി ലിക്വിഡേറ്റർ എന്ത് ചെയ്യും, ദ ട്രൈബ്യൂണൽ ഷാൽ പാസ് ആൻ ഓർഡർ ടു ഡിസോൾവ് ദ കമ്പനി വിത്തിൻ 60 days. 60 days കിട്ടി 60 ദിവസത്തിനകത്ത് തന്നെ എന്ത് ചെയ്യണം, ട്രൈബ്യൂണലും അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരും ഓർഡർ ഇറക്കും. എന്താണ്, വൈൻഡിങ് അപ്പിൻ്റെ. ദ കമ്പനി ലിക്വിഡേറ്റർ ഷാൽ ഫയൽ എ കോപ്പി ഓഫ് ദ ഓർഡർ ഓഫ് ഡിസൊല്യൂഷൻ വിത്തിൻ 30 days. എന്ത് ചെയ്യുന്നു, കമ്പനി ലിക്വിഡേറ്ററിൻ്റെ ഒരു കോപ്പി അതിൻ്റെ ഓർഡർ ഓഫ് ഡെസൊല്യൂഷൻ ട്രൈബ്യൂണലിൽ ഇറക്കിയ ഓർഡറിൻ്റെ വിത്തിൻ ദ 30 days ആർക്ക് കൊടുക്കും, രജിസ്ട്രാറിന് കൊടുക്കും.
ഇനി രജിസ്ട്രാർ ഓൺ റിസീവിങ് ദ കോപ്പി ഓഫ് ദ ഓർഡർ എന്ത് ചെയ്യും, ബൈ ദ ട്രൈബ്യൂണൽ ഷാ ഫോർത്ത് പബ്ലിഷ് എ നോട്ടീസ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനാണെന്ന്. Then if the company liquidator fails to comply with the provision of this section, he shall punish with a fine with the extent to 1 lakh rupees ആണ്. ഇതിൽ എന്തെങ്കിലും ഈ പറയുന്ന സെക്ഷനിൽ എന്തെങ്കിലും ഫോൾട്ട് നമ്മുടെ ലിക്വിഡേറ്റർ വരുത്തിയാൽ 1 lakh rupees ആണ് ഫൈൻ, പണിഷബിൾ വിത്ത് എ ഫൈൻ. ഓക്കെ. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി ഓഫ് കമ്പനി സെക്ഷൻ 320. അതിലെന്ന് പറയുമ്പോൾ എന്താണ്, ബാക്കി വൈൻഡപ്പ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള അസറ്റ്സ് അതുപോലെ തന്നെ എന്താ പറയുക എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രിഫറൻഷ്യൽ റൈറ്റിനെ ബേസ് ചെയ്ത് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനിയുടെ ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ ഇൻ വോളണ്ടറി വൈൻഡിങ് അപ്പാണ് പറയുന്നത് സെക്ഷൻ 314. ഫസ്റ്റ് പവർ എന്ന് പറയുന്നത് സെറ്റിൽ ദ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ്. എന്ത് ചെയ്യുന്നു, എത്രയാണ് ഫസ്റ്റ് കാണുന്ന നമ്മുടെ എന്താ പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയാൽ കാണുന്ന എന്താണ് കോൺട്രിബ്യൂട്ടറീസിൻ്റെ നെയിംസും അവരെ സെറ്റിൽ ചെയ്യുക. ദെൻ രണ്ട് എന്ത് ചെയ്യുന്നു, കോളിംഗ് ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് കൂടുന്നു. എന്തിനു വേണ്ടി, ഓർഡിനറി റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി എന്ത് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു കറക്റ്റായിട്ട് സാങ്ഷൻ ചെയ്യുന്നു. ദെൻ 3 മെയിൻറ്റെയിനിങ് റെഗുലർ ആൻഡ് പ്രോപ്പർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. എന്ത് ചെയ്യുന്നു, കമ്പനി ലിക്വിഡേറ്ററിൻ്റെത് കൃത്യമായിട്ടുള്ള ബുക്സും എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ സെറ്റിൽ ചെയ്തു, ആർക്കൊക്കെ കൊടുത്തു, മെമ്പേഴ്സിന് ക്രെഡിറ്റേഴ്സിനൊക്കെ കൊടുത്തതിൻ്റെ എല്ലാം ഇത്. ദെൻ പ്രിപ്പയറിങ് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ പറഞ്ഞു ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് ആർക്ക് കൊടുക്കണമെന്ന്, അവർ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം, കമ്പനി ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്യണം. അപ്പം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക, പണിഷബിളാണ്. ദെൻ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ദെൻ ഒബ്ലിഗേഷൻ ടു പേ ദ ഡെറ്റ്സ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഡെറ്റ്സ് എല്ലാം പേ ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്, ഡ്യൂട്ടിയുമാണ്. ദെൻ ലാസ്റ്റ് വൺ ഡ്യൂ കെയർ ആൻഡ് വിജിലൻസ്. എന്താണ്, എല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വൈൻഡിങ് അപ്പാണ് പഠിച്ചത്, വോളണ്ടറി വൈൻഡിങ് അപ്പാണ് പഠിച്ചത്. താങ്ക് യു.